യൂണിറ്റ് ആയിട്ടുള്ള അറിവിനറിവായി നിറവായി എന്ന് പറയുന്ന യൂണിറ്റിലെ 2 പാഠഭാഗങ്ങൾ നമ്മൾ ഒറ്റയടിക്ക് ഒരു വീഡിയോയിൽ സെറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാഠഭാഗം ചരിത്രം രചിച്ച നാടകം. കെ കേളപ്പൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഇത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. വളരെയധികം പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠഭാഗമാണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? കെ കേളപ്പൻ്റെ കാഴ്ചപ്പാടിൽ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ, ആരുടെയാണ്? വി ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ഒരു സാമൂഹിക പരിഷ്കരണ ഉപാധി എന്നതിലുപരി നമ്പൂതിരി സമുദായത്തിന്റെ യാഥാസ്ഥിതിക കോട്ടകളെ തകർത്ത ഒരു ആറ്റം ബോംബായിരുന്നു. ഒരു ആറ്റം ബോംബ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് എന്ന് പറയുന്ന ചോദ്യം നമുക്ക് എക്സാമിന് ചോദിക്കും. നോക്കി വെച്ചോ. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ആണ്ടുപോയൊരു സമുദായത്തിന്റെ ദയനീയാവസ്ഥ അടുക്കളയിലും മറക്കുടയ്ക്കുള്ളിലും ഒതുക്കപ്പെട്ട സ്ത്രീകളും പുറം ലോകവുമായി ബന്ധമില്ലാതെ വേദപഠനത്തിൽ തളച്ചിടപ്പെട്ട പുരുഷന്മാരും ഈ നാടകം അരങ്ങിൽ തുറന്നുകാട്ടി. ഇത് സമുദായത്തിനുള്ളിൽ നിന്ന് ഒരു പൊട്ടിത്തെറിക്ക് കാരണമായി. അല്ലെ, അപ്പൊ വി ടി ഭട്ടതിരിപ്പാട് തന്റെ സമുദായത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നതിലൂടെ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ, അപ്പൊ അങ്ങനെ ഒരു കാഴ്ച, അല്ലെ, ആ ഒരു കാര്യം അദ്ദേഹം ചെയ്തതിലൂടെ, അദ്ദേഹത്തിന്റെ ആ ഒരു നാടകത്തിലൂടെ ഇതെല്ലാം പുറത്തെത്തിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ സമുദായത്തിനുള്ളിലും പുറത്തും ഒക്കെ ആയിട്ട് ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടാവുകയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഈ വിപ്ലവത്തിന്റെ ഫലമായി യുവജനങ്ങൾ വേദപഠനത്തെ എതിർക്കുകയും സ്ത്രീകൾ മറക്കുട ഭേദിച്ച് ആധുനിക വിദ്യാഭ്യാസം നേടുകയും വിധവാ വിവാഹം പോലുള്ള പുരോഗമനപരമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. കാലം മാറിയെങ്കിലും നമ്പൂതിരി പരിവർത്തന ഘട്ടത്തെ സമുദായത്തിലെ ഏറ്റവും നിർണായകമായ അടയാളപ്പെടുത്തുന്ന ചരിത്രരേഖ എന്ന നിലയിൽ ഈ നാടകത്തിനുള്ള പ്രാധാന്യം വലുതാണെന്ന് കേളപ്പൻ സമർത്ഥിക്കുന്നു. അപ്പോൾ വി ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തന്റെ സ്വന്തം സമുദായമായിട്ടുള്ള നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അല്ലെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കാണിച്ചുകൊണ്ട്, അല്ലെ, കറക്റ്റായിട്ട് എന്തൊക്കെയാണ് തന്റെ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെതിരെയായിട്ട് അദ്ദേഹം രചിച്ച നാടകമായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തൻ്റെ സമുദായത്തിൽ പുറത്താണെങ്കിലും അകത്ത് നിന്നാണെങ്കിലും ഒക്കെ ആ ഒരു സമുദായത്തിൽ മാറ്റം കൊണ്ടുവരാനും എല്ലാത്തിനും വേണ്ടി ഉണ്ടായ ഒരു ആറ്റം ബോംബ് തന്നെയായിരുന്നു അത് എന്ന് കേളപ്പൻ പറയുകയാണ്. കേളപ്പൻ പറയുകയാണ്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിലും ആ ഒരു സമുദായത്തിൽ മാറ്റങ്ങൾ കുറച്ചെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെ, മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ശരിക്കും വി ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഒരു നാടകം തന്നെയാണ്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു സ്റ്റെപ്സ് തന്നെയാണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നാണ് കെ കേളപ്പൻ സമർത്ഥിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പാഠഭാഗം വരുന്നത്. ഇനി രണ്ടാമത്തെ പാഠഭാഗമാണ് എൻ്റെ ഭാഷ. വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയിട്ടുള്ളതാണ് എൻ്റെ ഭാഷ എന്ന് പറയുന്നത്. ആധുനിക കവിത്രയത്തിലെ പ്രമുഖനായ കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. 1878 ഒക്ടോബർ 16 മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് ചേന്നര ഗ്രാമത്തിലാണ് വള്ളത്തോൾ ജനിച്ചത്. മല്ലിശ്ശേരി ദാമോദരൻ ഇളയതും കുട്ടിപ്പാറുവമ്മയുമാണ് മാതാപിതാക്കൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. ദേശീയ പ്രസ്ഥാനത്തോടുള്ള പ്രതിബദ്ധതയും ഗാന്ധിയൻ ആദർശങ്ങളോടുള്ള ആഭിമുഖ്യവും വള്ളത്തോളിൻ്റെ പ്രത്യേകതകളാണ്. അതേപോലെ തന്നെ 1914 ചിത്രയോഗം രചിച്ചതോടെ അദ്ദേഹം മഹാകവിയായി അംഗീകരിക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ പാഠഭാഗത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മഹാകവി വള്ളത്തോളിൻ്റെ പ്രസിദ്ധമായ കവിതയാണ് എൻ്റെ ഭാഷ എന്ന് പറയുന്നത്. മാതൃഭാഷയുടെ മഹത്വം ഉദ്ഘോഷിക്കുന്ന കവിതയാണിത്. നോക്കി വെച്ചോടാ, മാതൃഭാഷയുടെ പ്രാധാന്യം അല്ലെങ്കിൽ മഹത്വം. സംസാരിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞ് അമ്മിഞ്ഞപ്പാൽ നുണയുന്നതിനോടൊപ്പം ആദ്യമായി ഉച്ചരിക്കുന്ന ശബ്ദമാണ് അമ്മ എന്ന 2 അക്ഷരം. മാതൃഭാഷയല്ലാത്ത മറ്റു ഭാഷകൾ പോറ്റമ്മമാരെ പോലെയാണ്. മാതൃഭാഷ തന്നെയാണ് മനുഷ്യന്റെ പെറ്റമ്മ. അമ്മയുടെ വാത്സല്യമാകുന്ന പാൽ കുടിച്ചാലേ കുട്ടിക്ക് പൂർണ്ണ വളർച്ചയിലെത്താൻ കഴിയൂ. അമ്മ പകർന്നു തരുമ്പോൾ മാത്രമേ ശ്രേഷ്ഠമായ അമൃത് പോലും നമുക്ക് അമൃതായി അനുഭവപ്പെടുകയുള്ളൂ എന്ന് പറയുകയാണ് കവി ചെയ്യുന്നത്. അപ്പോൾ മാതൃഭാഷയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന, വ്യക്തമാക്കുന്ന ഒരു കവിതയാണ് എൻ്റെ ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എൻ്റെ ഭാഷ അല്ലെങ്കിൽ മാതൃഭാഷയുടെ പ്രാധാന്യം
പ്രാധാന്യം. ഓക്കെ, മാതൃഭാഷയുടെ പ്രാധാന്യം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്? നമുക്ക് ഉപന്യാസം രചിക്കാൻ ചോദിക്കാവുന്നതാണ്, ഉപന്യാസം എഴുതാൻ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പ്രഭാഷണം അതുമല്ലെങ്കിൽ പ്രസംഗം. ഓക്കെ, പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗം എഴുതാൻ നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന് പറയുന്ന ഈ ഒരു വിഷയം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നും നമുക്ക് ഉപന്യാസം തയ്യാറാക്കാനോ അതല്ലെങ്കിൽ പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗം തയ്യാറാക്കാനോ തരാം. അതല്ലെങ്കിൽ നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു രീതിയാണ്, നിങ്ങൾക്ക് എന്ത് തരും? ഒരു പോസ്റ്റർ അല്ലെങ്കിൽ കാർട്ടൂൺ. ഓക്കെ, ഒരു പോസ്റ്റർ അല്ലെങ്കിൽ കാർട്ടൂൺ നിങ്ങൾക്ക് തരും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ കവിതയിലെ 2 വരികളോ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരിക്കും. അത് വിശകലനം ചെയ്തുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കാനോ ഉപന്യാസം തയ്യാറാക്കാനോ നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു 2 ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. വളരെയധികം മാർക്കിന്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരാൻ പോകുന്നതും ഈ യൂണിറ്റിൽ നിന്നാണ്, 3ാമത്തെ യൂണിറ്റിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ നല്ല രീതിക്ക് ഈ ഒരു യൂണിറ്റിന് പ്രാധാന്യം നൽകി തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി കൃത്യം 7:30 നമ്മുടെ പ്രഡിക്ഷൻ ലൈവ് ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും രാത്രി 7:30 പ്രഡിക്ഷൻ ലൈവിലേക്ക് എത്തുക.